സ്മൃതി ഇന്ന് പ്രതിപക്ഷമില്ലാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന ബില്ലുകൾ ഏതൊക്കെയാണെന്നറിയോ? ഇന്ന് CRPC, IPC, എവിഡൻസ് ആക്ട് ഇതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബില്ല് കൊണ്ടുവരികയാണ്. അവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാത്ത. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഈ പറയുന്ന ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. IPC, CRPC, എവിഡൻസ് ആക്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ആ ആക്ടുകളെ മാറ്റി ഒരു പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലാണെന്ന് പ്രതിപക്ഷമില്ലാതെ പാർലമെൻറ്റിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംവിധാനം ഈ പറയുന്ന ഭരണഘടനയിലൊക്കെ അധിഷ്ഠിതമായി നിൽക്കുന്ന നമ്മുടെ സംവിധാനം ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം ഈ നാട് അങ്ങനെയാണ് ഈ നാട് ഇത്രയും കാലം നിലനിന്നിരുന്നത്. ഏകാധിപത്യത്തിനൊന്നും ഒരിക്കലും ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ ഇഷ്യൂലൊന്നും ഒരിക്കലും നിലനിർത്തി പോയിട്ടില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതത്ര ചെറിയ കാര്യമായിട്ട് കാണുകയും വേണ്ട. ഇവർ പറയുന്നത്, ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ ഇഷ്യൂവിൽ ഇവർ പുറത്തു പോകുമ്പോൾ അത് അവരുടെ ആവശ്യമായി മാറുകയാണ്. പാർലമെൻറ്റിൽ നിന്ന് പ്രതിപക്ഷത്തെ എങ്ങനെ പുറത്താക്കാമെന്ന് കാത്തിരിക്കുന്ന സ്ഥലത്താണ് ഇവർ പോയി ബഹളമുണ്ടാക്കി പുറത്തു പോകുന്നത്. അപ്പോൾ അവർ ചർച്ച ചെയ്ത ബില്ലുകളാണ് ഇതൊക്കെ. കാരണം ഇനി അധികം ദിവസമില്ല. ഇനി നമുക്ക് ഈ വെള്ളിയാഴ്ച പറയുന്ന പാർലമെൻറ്റ് ഈ പറയുന്ന സമ്മേളനം തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഒരു ഇടക്കാല സമ്മേളനം മാത്രം ഫെബ്രുവരി 12-നോ 13-നോ കണ്ടേ ഉള്ളൂ. വോട്ടുണക്കം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം പറയുന്ന ഈ സംവിധാനം തന്നെ ഇല്ല. അത് കഴിഞ്ഞാൽ പുതിയ മന്ത്രിസഭ വരണം, അതിന് പുതിയ MP വരണം. ആ സംവിധാനത്തെ എങ്ങനെ ഇവർ ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ആ പറയുന്ന സംവിധാനത്തിൻ്റെ കൂടെ നിന്ന് പോയി ഇന്ന്. അപ്പം ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ പാർലമെൻറ്റ് 141 MP പിരിച്ചുവിട്ടിരിക്കുന്നത്. ലോകസഭയിൽ നിന്ന് 95, രാജ്യസഭയിൽ നിന്ന് 46. അവരെ 40 ഇത്ര 141 MP അവിടുന്ന് അയോഗ്യരാക്കി. നാളെയും 25 വരെ നാളെ കഴിഞ്ഞു. പ്രതിപക്ഷമില്ല. രാജ്യസഭയിൽ 3 പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ജയവച്ചനടക്കം 3 പേരെ ഉണ്ടാവുക. അല്ല, അവർ മിണ്ടാത്ത ആൾക്കാരാണല്ലോ. പിന്നെ മിണ്ടാത്ത ആൾക്കാർ അല്ല. അപ്പൊ ഇനി ആകെ ഉള്ളത് അവർ 3. എന്താണ് പറയുന്നത്? 141 MP സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമാണോ? ഈ ഒരു ജനാധിപത്യ രാജ്യത്താണ് ഞാൻ ആലോചിക്കണം. എന്നിട്ട് അവിടെ സ്വതന്ത്രമായിട്ടിരുന്നിട്ട് ചർച്ച ചെയ്യാണ് ബില്ലുകൾ. ആ പറയുന്ന സംവിധാനത്തിലേക്ക് ഈ പറയുന്ന സർക്കാരും ഈ പറയുന്ന സംവിധാനം മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംവിധാനത്തിലാണ് നിൽക്കുന്നതെന്ന് ആര് മനസ്സിലാക്കണം? Meet the editors.